ഹായ് ഗൈസ്, എൻ്റെ ഇന്നത്തെ ഒരു ഡ്യൂട്ടി ഡേ കണ്ടാലോ. രാവിലെ തന്നെ എണീച്ച് ഫ്രണ്ടിലത്തെ ഡോറിലങ്ങ് തുറന്ന് പുറത്തിറങ്ങി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന എൻ്റെ ശീലമുള്ളൊരു പരിപാടിയാണ്. അതെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് പല്ലെല്ലാം തേച്ച് പിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി കണ്ണാടിയിൽ നിന്ന് കുറച്ച് പട്ടിഷുവാണ്. പ്രത്യേകിച്ച് പറയുന്നില്ല, അമ്മേൻ്റെ ഡ്രസ്സാണ്. ഇന്നലെ എന്നാടാൻ തപ്പിയിട്ട് നോക്കുമ്പോൾ കിട്ടിയത് അമ്മേൻ്റെ ഡ്രസ്സാണ്. അതെല്ലാം കഴിഞ്ഞ് മുഖത്ത് കുറച്ച് പുട്ടിയൊക്കെ വാരിയിട്ട് സമയം ഒരു 6:15 6:20 7:15 ബസ്. അതിലെടുക്കെല്ലാം കഴിഞ്ഞ് അതിലെടുക്കണം അമ്മ കാണാൻ ചിയാസീൻ്റെ വെള്ളം എടുത്തിട്ടിരുന്ന് കുടിക്കിന്ന് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നതാണ് ഗൈസ് കാണുന്നത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മാതാജി കൊണ്ടുത്തരും നമ്മളിങ്ങനെ വേണ്ടെന്ന് പറയാം, അതും കുടിച്ച്. പിന്നെ അമ്മേനോടൊന്ന് വെച്ച് മുടിയൊന്നും എന്തിത്തിരുന്നു. പിന്നെ മൂപ്പത്ത് വീഡിയോ ആണോന്ന് അറിഞ്ഞാൽ വേഗം ചെയ്താന്ന്. അത് കഴിഞ്ഞ് പിന്നെ മുടി എങ്ങനെ കെട്ടും, അങ്ങനെ മുടിയൊക്കെ കെട്ടി. പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസൊക്കെ എൻ്റെ ബാഗിലോട്ട് വെക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ മരുന്നേരം കൊണ്ട് എനിക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചായിരുന്നു, അതൊക്കെ എടുത്ത് ബാഗിൽ വെച്ച്. പിന്നെ അതിലിടക്ക് അമ്മ ഇങ്ങനെ വാരിത്തന്നെ വയ്യത്തന്നെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. പക്ഷെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയാലും പോകുന്നതിന് മുന്നേ അമ്മേനെ പുറത്ത് കണ്ടിട്ടൊരു സമാധാനം ഉണ്ടാവില്ല. പ്രത്യേകിച്ചൊന്നല്ല, നമ്മളെത്ര മണിക്കൂർ തന്നെ സാലറി കിട്ടുന്നതെന്ന് പറഞ്ഞാലും മാസാവസാനത്തേക്ക് സാലറി ഒക്കെ തീർത്ത് അമ്മ ഒരു 100 രൂപയോ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അമ്മ ഇങ്ങനെ കാത്തിക്കണം. അപ്പോൾ ഇപ്പം ആ കാത്തിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പൈസ ഒക്കെ കൊണ്ടെത്തന്ന് പിന്നെ ഓടുക നീ എത്ര രാവിലെ എണീച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് നേരം ഉണ്ടാവില്ല. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് സ്ഥലം. ആകാശം നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. ഭയങ്കര സീനായിരുന്നു മോർണിംഗ് തന്നെ കാണാൻ. അപ്പോൾ നമ്മൾ ഉറക്കപ്പിച്ചിലാണെങ്കിൽ ഇങ്ങനെ വീഡിയോയിൽ അതൊക്കെ കിട്ടിക്ക് ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ ആകാശമൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നാടല്ലേ ഫുൾ അറിയുന്ന ആൾക്കാരായിരിക്കൂലേ. അടച്ചിരിച്ചിട്ട് ഇങ്ങനെ തലയിരിക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തും ചിരിക്കണം, ഇപ്പുറത്തേക്ക് അപ്പുറത്തിരിക്കണം, അപ്പുറത്തും ചിരിക്കണം. എല്ലാം പറയും ഓള മോളി ചിരിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരോടും ചിരിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബസ് കയറി. അതും കഴിഞ്ഞ് ഇറങ്ങി പിന്നത്തെ പോക്ക് സിയയിലാണ്. സിയയിൽ ചിലപ്പോൾ സീറ്റ് ഉണ്ടാവും, എല്ലാ സീറ്റ് ഉണ്ടാവില്ല. ഭാഗ്യം കഴിച്ച് ഇന്ന് സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന്. പിന്നെ ഈ ബസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സോങ്ങൊക്കെ എയർപോർട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. ബട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നല്ല സോങ് ആയിരിക്കും, ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണ് ബസ്സിലിരിക്കുമ്പോൾ തന്നെ. പിന്നെ ഇക്കാണെന്ന് എന്താണെന്ന് വെച്ചാൽ കൂത്തുപറമ്പ് കണ്ണൂർ വിട്ട് പോകുന്ന അധികം ആൾക്കാർക്ക് അറിയായിരിക്കും, കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അധിക കണ്ടക്ടേഴ്സും ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ചെയ്താൽ ഇങ്ങനെ പോയി അവിടെ പൈസ ഇടും. നമുക്ക് പോകുന്നതൊക്കെ ഒരു ടെമ്പിൾ ഉണ്ട്, അവിടെ ഇങ്ങനെ പൈസ ഇടുന്ന പലവട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ വീഡിയോയിൽ ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. കാരണം ബസ്സിലിരിക്കുന്ന നമുക്ക് തന്നെ കാണും ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണ്, ഭയങ്കര ഓക്കെ മൈൻഡാണ്. പിന്നെ ഞമ്മക്ക് ഈ ഹോസ്പിറ്റലിൽ യൂണിഫോമിൽ വീഡിയോസൊന്നും എലോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി പിന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ കാണിക്കാമെന്ന് വെച്ച് സ്നേഹനിധിയായി ഒരുത്തി കൊണ്ടുതന്നതാണ്, പ്രമിനീച്ച് കൊണ്ടുതന്നെയാണ് അത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ദോശയും ചോറും ആയിരുന്നു. ഹോസ്പിറ്റലിലെ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഈവനിങ് 5 മണി വരെയായിരുന്നു ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് പഞ്ചൊക്കെ ചെയ്ത് ഇറങ്ങി. പിന്നെ പറയാനും മാത്രം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അതുകൊണ്ട് ബായ്.